കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ പച്ചക്കുരുമുളക് അരച്ച ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. പച്ചക്കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെ കുരുമുളകാണ്. കുറച്ച് കശുവണ്ടിയും വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 വറ്റൽമുളക് കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ല എങ്കിൽ ചേർക്കേണ്ട. 2 വറ്റൽമുളക് കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതിലേക്ക് ഇട്ട് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇനി സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 സവാള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയായിരുന്നു. ഒരു 3 എണ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അതിലേക്കിട്ട് സവാളയുടെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 2 പച്ചമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സവാളയൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത്തിരി ഗരം മസാലയും ചേർത്ത് കൊടുത്തു. മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. കുരുമുളക് അരച്ച പേസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാഞ്ഞത്. പച്ച കുരുമുളകാണ്, നല്ല എരിവുണ്ടായിരുന്നു. വിളഞ്ഞ കുരുമുളകാണ്, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അതുകൊണ്ട് വേറെ പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അരച്ച് വെച്ച കുരുമുളകിൻ്റെ പേസ്റ്റ് കൂടെ അതിലേക്ക് ഒഴിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒന്ന് തിളച്ച് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അടച്ച് വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുതിർത്ത് വെച്ചിരുന്ന കശുവണ്ടിയും കൂടെ അരച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട. സിമ്മിലിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി കടുക് കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് താളിച്ചൊഴിച്ചത്. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ ഒരു ചിക്കൻ കറി. കൂടുതൽ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെയാണത് കോമ്പിനേഷൻ. ഞാൻ പക്ഷേ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. ക്യാബേജ് മുട്ടത്തോരനാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചട്ടിയിലേക്ക്. പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. ഇത്തിരി ഉഴുന്നുകൂടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഉഴുന്ന് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജും സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇത്തിരി ഉപ്പൂടിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ആവിയിൽ തന്നെ വെന്തോളും. ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി അടച്ചു വെച്ചു. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞ് ഒരു പിടി തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നമ്മൾ മുട്ട ചേർക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ തേങ്ങ ഉള്ളതുകൊണ്ട് ഒരു പിടി തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി തേങ്ങയുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് നടുക്കൊരു ചെറിയ ഹോളിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ. തേങ്ങ ചേർക്കുന്നില്ല എങ്കിൽ ഒരു 2 മുട്ട ചേർക്കുന്നതാണ് നല്ലത്. ഇനി നന്നായി ഇളക്കിയെടുത്താൽ നമ്മുടെ ക്യാബേജ് മുട്ടത്തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ ഒരു മുട്ടത്തോരൻ. സ്കൂളിൽ മിക്ക ദിവസവും ഇതാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അവനിങ്ങനെ തോരൻ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒഴിക്കാൻ വേണ്ടി ഒരു മോര് കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. വെള്ളരിക്ക മോര് കറിയാണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളരിക്കയും പച്ചമുളകും അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു. തേങ്ങ, ജീരകം, വെളുത്തുള്ളി നന്നായി പേസ്റ്റ് പോലെ, മഞ്ഞൾപ്പൊടിയും നന്നായി പേസ്റ്റ് പോലെ അരച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും ചേർത്തിളക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളരിക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടായി വരണം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കി ചൂടാക്കി എടുക്കണം. തിളച്ച് പോയാൽ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് വറവൂടിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ വെള്ളരിക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒഴിക്കാനൊരു മോര് കറി ആയിട്ടുണ്ട്. പിന്നെ തോരനുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പച്ചക്കുരുമുളകൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടണമില്ല. കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതൊന്നും കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്തുകാരായതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളത്. ഇത് കിട്ടാത്ത ആൾക്കാരും കാണും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കുരുമുളക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കുരുമുളക് ഇട്ട ചിക്കൻ കറി. എന്നാണ്ടേ
ഇനി നമുക്ക് പാത്രത്തിലേക്ക് ചോറ് വിളമ്പാം. ആവശ്യത്തിനുള്ള ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് ചിക്കൻ കറി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാബേജ് മുട്ടത്തോരനും അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒഴിക്കാൻ കൂട്ടാനായിട്ട് നമ്മൾ മോര് കാച്ചിയത്, ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഉച്ചയൂണ്. പക്ഷേ എൻ്റെ കയ്യിൽ പപ്പടം ഇല്ലാഞ്ഞത് കൊണ്ടാണ് വയ്ക്കാഞ്ഞത്. ഒരു പപ്പടവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണ് നമുക്ക് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ പറഞ്ഞാലോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.